ങ്ങളിൽ കടക്കാൻ ഇനി വളരെ വൈകില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം അല്പസമയത്തിനകം വിഴിഞ്ഞത്ത് നടക്കും. ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥി കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളാണ്. അദ്ദേഹം വിഴിഞ്ഞത്തെത്തിക്കഴിഞ്ഞു. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിക്കാത്തതിൽ നേരിയ വിവാദം അവിടെ കത്തിപ്പടരുന്നുണ്ട്. കണ്ടെയ്നറുകൾ ഇറക്കുന്നത് കൂടുതൽ സമയം ആവശ്യമായതുകൊണ്ട് ഈ പടുകൂറ്റൻ കപ്പലിൻ്റെ മടക്കയാത്ര കുറച്ച് വൈകും എന്നും വിഴിഞ്ഞം റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്ഘാടന വേദിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് വിജയകുമാർ ചേരുകയും അതുപോലെ തുറമുഖ കവാടത്തിൽ ഞങ്ങളുടെ പ്രതിനിധി അഖിൽ ഷാ അൻസാറുമുണ്ട്. ആദ്യം വിജയകുമാറിലേക്ക്. വിജയകുമാർ, എന്തൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയ ദൃശ്യങ്ങളാണ്. കേന്ദ്ര മന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞു വിഴിഞ്ഞത്ത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സർബാനന്ദ സോനോവാളാണ് ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അദ്ദേഹം ഈ വേദിക്കരികിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിജയകുമാർ ചേരുന്നു. പറയൂ വിജയകുമാർ. എസ് കെൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വേദി സജ്ജമായി കഴിഞ്ഞു. നാട്ടുകാരുടെയൊക്കെ വലിയ സാന്നിധ്യം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. സർബാനന്ദ് സോനോവാൾ കേന്ദ്രമന്ത്രി, നേരത്തെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ്. അദ്ദേഹം വേദിക്ക് സമീപം എത്തിയിട്ടുണ്ട്. വൈകാതെ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നതിനപ്പുറം ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ചടങ്ങ് എന്ന പ്രാധാന്യമാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി അല്പനിമിഷങ്ങൾക്കകം പടുകൂറ്റൻ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്കുള്ള സ്വീകരണ പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കുന്ന കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ്. ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ചടങ്ങിൽ പ്രാദേശിക തലത്തിലുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വീണ്ടും വിജയകുമാർ ചേരുകയാണ്. പറയൂ വിജയകുമാർ. എസ് കെ എൻ പ്രാദേശിക ഈ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ വലിയ സാന്നിധ്യം ഈ പരിപാടിയിലേക്കുണ്ട്. കാരണം നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ബഹിഷ്കരണ ആഹ്വാനങ്ങളും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി ഈ പരിപാടി ആ നിലയ്ക്ക് കൂടി ചർച്ചയാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തിയില്ല എങ്കിൽ അത് സംഘാടകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി നാട്ടുകാരെ ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം വേദിയിൽ സദസ്സിൽ ധാരാളം നാട്ടുകാർ, തദ്ദേശീയരായ ആളുകൾ, വിഴിഞ്ഞത്തുള്ളവരൊക്കെ ധാരാളം എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയ സാന്നിധ്യം നമ്മൾ വേദിയിലും കാണുന്നുണ്ട്. 10 മണിക്ക് തന്നെ ഔദ്യോഗികമായി ഈ ചടങ്ങ് തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ നിർമ്മാണ പുരോഗതിയും അവിടെ ആദ്യ കപ്പൽ എത്തിയതിൻ്റെ ശേഷമൊക്കെയുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ വിലയിരുത്തുകയാണ്, പരിശോധിക്കുകയാണ്. അത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും വിൻസെൻ്റ് MLA ഇതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ കുറേ നാളുകളായി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ ചടങ്ങിൽ വേദിയിൽ പങ്കെടുക്കുമോ എന്നതിൽ നേരത്തെ ഇക്കാര്യം സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്കെയിൻ 10 മണിക്ക് പരിപാടി ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഫലകം അനാച്ഛാദനം ചെയ്ത് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളാണ് മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ചുമതലയേറ്റ ശേഷം കൈകാര്യം ചെയ്ത ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ ചടങ്ങായി ഇതിനെ കേന്ദ്ര സർക്കാരും കാണുന്നുണ്ട്. ഉദ്ഘാടന പ്രസംഗങ്ങളും പരിപാടികൾക്കും ശേഷം ഇവിടെ ബർത്ത് ചെയ്തിരിക്കുന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇറക്കുന്ന ജോലി തുടരും. അത് ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ നാളെ മാത്രമേ ആ കപ്പൽ ഇവിടെ നിന്ന് മടങ്ങൂ. പരമാവധി വേഗത്തിൽ ആ ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് തുറമുഖ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫീഡർ ഷിപ്പുകൾ ഈ കപ്പലിൻ്റെ യാത്ര ക്രമീകരിച്ചതിന് ശേഷമായിരിക്കും ഇവിടേക്ക് എത്തി
ഇവിടെ ഇറക്കിയിരിക്കുന്ന കണ്ടെയ്നറുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഫീഡർ ഷിപ്പിൻ്റെ വരവ് ഈ മദർ ഷിപ്പ് ഇവിടെ നിന്ന് പോകുന്നതിനെ ആശ്രയിച്ചായിരിക്കും ക്രമീകരിച്ചിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ആ ജോലി കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയ കാലതാമസം ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചത് തിരുത്തൽ വരുത്തി ആ ട്രയൽ റണ്ണിൽ ആ തെറ്റുകുറ്റങ്ങൾ പരമാവധി ഇല്ലാതാക്കി പൂർണ്ണ സജ്ജമാക്കുകയാണ്. കമ്മീഷനിങ്ങിന് മുൻപായി പൂർണ്ണ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഇന്ന് രാവിലെയും ഇന്നലെ രാത്രി വൈകിയും ഒക്കെയായി വന്നിരുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വലിയൊരു കപ്പൽ ഉടൻ ഇവിടേക്ക് എത്തും. ഈ ട്രയൽ റണ്ണിൻ്റെ സമയത്ത് തന്നെ ഇവിടേക്ക് എത്തും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും അതും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ പൊതുവെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷാ നിർഭരമായ വിവരങ്ങൾ വരുന്നുണ്ട്. സ്കേൻ അതും താങ്ക് യു എസ് വിജയകുമാർ.